സൗണ്ട് ബാർ സിസ്റ്റത്തിന്റെ വില 6999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഇതിപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് ബാർ സിസ്റ്റമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പാക്ട് സൈസിലുള്ള ഒരു സൗണ്ട് ബാർ സിസ്റ്റമാണ് ഇത്. 140 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഈ ഒരു സൗണ്ട് ബാറിൽ നിന്ന് കിട്ടുക. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കണ്ടു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ റിസീവ് ചെയ്തത്. ബോക്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക സൗണ്ട് ബാറും സബ്വൂഫറും ആണ്. അതിനോടൊപ്പം തന്നെ ഒരു ചാർജിങ് അഡാപ്റ്റർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്, യൂസർ മാനുവലിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്, ഓക്സ് കേബിൾ ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട് ബാർ വാൾ ഹാങ് ചെയ്യാനുള്ള സ്ക്രൂസ് ഉണ്ട്, ഹോൾഡേഴ്സും ഇതിനൊപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫറും സൗണ്ട് ബാർ സിസ്റ്റവും. ആദ്യം നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. സൗണ്ട് ബാറിന്റെ മുകളിലായിട്ടാണ് കൺട്രോൾ ബട്ടൺസ് നൽകിയിട്ടുള്ളത്. ഇവിടെ പവർ ഓൺ പവർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺ. സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഡോൾബി ഓഡിയോ സപ്പോർട്ടഡ് ആണെന്നുള്ള കാര്യവും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ല് നൽകിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതേപോലെ റൗണ്ടഡ് ആയിട്ടുള്ള ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ കണക്ടിവിറ്റി ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന പോർട്ടിലാണ് സബ് ഔട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. DC ഇൻ പോർട്ടാണ് ഇതാ ഈ കാണുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ കേബിൾ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. USB പോർട്ട് നൽകിയിട്ടുണ്ട്, ഓക്സ് പോർട്ട് ഉണ്ട്. ഈ കാണുന്നത് HDMI പോർട്ടാണ്. TV ARC ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ റബ്ബർ പാഡിങ് നൽകിയിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ സൗണ്ട് ബാർ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു ഹോളും കാണാനായിട്ട് സാധിക്കും. ഫുള്ളി മാറ്റ് ഫിനിഷിംഗിലാണ് ഈ ഒരു സൗണ്ട് ബാർ വന്നിട്ടുള്ളത്. ഇതിന്റെ ഡിസൈനും വലിയ കുഴപ്പമില്ലാത്ത, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇനി സൗണ്ട് ബാറിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഫ്രണ്ടിലായിട്ട് സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഒരു രീതിയിലുള്ള ബട്ടൺസോ കാര്യങ്ങളോ ഹോൾസോ ഒന്നും തന്നെ ഇല്ല. ഒരു കേബിൾ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് സബ്വൂഫറിൽ നിന്ന് സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിൾ ആണ്. സാമാന്യം നല്ല ലെങ്ത് ഉള്ള കേബിൾ ആണ്. സബ്വൂഫറും സൗണ്ട് ബാറും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ബോട്ടം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 ലെഗ്സ് കാണാൻ സാധിക്കും. സ്പീക്കർ സിസ്റ്റവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൽ 140 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആയിരിക്കും ലഭിക്കുക. ഡോൾബി ഓഡിയോ സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ 13.33 സെന്റിമീറ്ററിന്റെ സബ്വൂഫേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സാമാന്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ടും ബേസും ഒക്കെ ഈ ഒരു സൗണ്ട് ബാർ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ഇതിൽ മൾട്ടിപ്പിൾ കണക്ടിവിറ്റി ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് ഇതിൽ നൽകിയിരിക്കുന്നുണ്ട്. USB കണക്ടിവിറ്റി ഉണ്ട്, TV ARC സപ്പോർട്ടഡ് ആണ്, ഒപ്റ്റിക്കൽ ഇൻ കണക്ടിവിറ്റി ഉണ്ട്, ഓക്സ് കണക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ കണക്ടിവിറ്റി ഓപ്ഷന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഈ സൗണ്ട് ബാറിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു LED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ LED ഡിസ്പ്ലേയിൽ ഇതിന്റെ സൗണ്ട് പെർസെന്റേജ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോഡ്സ് ചേഞ്ച് ചെയ്യുന്നതും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ LED ഡിസ്പ്ലേ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സബ്വൂഫർ 80 വാട്ട്സിന്റെ ആണ്. സൗണ്ട് ബാറിലേക്ക് വരുമ്പോൾ ഇതിൽ 2 സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. 30 വാട്ട്സിന്റെ RMS കിട്ടുന്ന 2 സ്പീക്കേഴ്സ് ആണ് ഇതിൽ കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ 140 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇതിൽ രണ്ടിൽ നിന്നൂടെ ലഭിക്കുക. ഇനി ഇതിലെ ഡ്രൈവർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്വൂഫറിൽ 13.33 സെന്റിമീറ്ററിന്റെ ഡ്രൈവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ബാറിലേക്ക് വരുമ്പോൾ 7.5 into 5.2 സെന്റിമീറ്ററിന്റെ 2 ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇംപിഡൻസ് സബ്വൂഫറിൽ 4 ഓംസിന്റെയും സൗണ്ട് ബാറിൽ 8 ഓംസിന്റെയും ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 50 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുമാണ്. ഇതിൽ മാക്സിമം സപ്പോർട്ടഡ് ആയിട്ടുള്ള മെമ്മറി സൈസ് വരുന്നത് 32 GB ആണ്. 32 GB വരെയുള്ള USB കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ ഒരു സൗണ്ട് ബാർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് വളരെ കോമ്പാക്ട് സൈസിലുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ഈ ഒരു മോഡൽ മാത്രമല്ല, ഇതേപോലെ സബ് ജൂക്ക് 9300C എന്ന് പറയുന്ന മറ്റൊരു മോഡലൂടെ സെബ്രോണിക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടു നോക്കുക. ആ ഒരു സൗണ്ട് ബാർ സിസ്റ്റവും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 380 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ടും 2 റിയർ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് കൂടെ അതിനൊപ്പം വരുന്നുണ്ട്. അതിന്റെ ലോഞ്ചിങ് പ്രൈസ് ഏകദേശം 10,000 ആണ്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെബ്രോണിക്സിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇതും അതേപോലെ നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോമ്പാക്ട് സൈസിലുള്ള 7000 രൂപയിൽ താഴെ കിട്ടുന്ന ഒരു സൗണ്ട് ബാർ സിസ്റ്റം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയും. ഞാനിത് യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഇതിന്റെ ബേസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നല്ല പഞ്ചി ആയിട്ടുള്ള ബേസ് ഒക്കെ വരുന്നുണ്ട്. ഈ സൗണ്ട് ബാറിൽ നമുക്ക് ബേസും ട്രിബിളും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ബേസ് കൂട്ടണമെങ്കിൽ ബേസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ റിമോട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, 9300C എന്ന് പറയുന്ന മോഡൽ. അതിൽ വാട്ട്സ് കൂടുതലാണ്, സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ 2 കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ ലുക്ക് ബേസും അതേപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ് 2 സൗണ്ട് ബാർ സിസ്റ്റത്തിലും വന്നിട്ടുള്ളത്. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ലൊരു സൗണ്ട് ബാർ സിസ്റ്റം നോക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഏകദേശം 3000-4000 രൂപയുടെ പ്രൈസ് കുറവാണ് ഈ ഒരു സൗണ്ട് ബാർ സിസ്റ്റത്തിന്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലും സാമാന്യം നല്ല
സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ബേസും ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ആവശ്യത്തിന് ലൗഡ്നെസ് ഉണ്ട്. വലിയ ഡിസ്റ്റോർഷന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പാക്ട് ആയിട്ടുള്ള സൗണ്ട് ബാർ സിസ്റ്റം ആണിത്. മൊത്തത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നല്ല ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആണിത്. ഇതിന്റെ വാറന്റിയും കാര്യങ്ങളും ഒക്കെ എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ചെക്ക് ചെയ്തുകൊണ്ട് എത്ര വർഷത്തെ വാറന്റി കിട്ടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇതിനു മുമ്പ് ഞാൻ സൗണ്ട് ബാറിലേക്ക് വീഡിയോ ചെയ്തപ്പോൾ പലരും അതിന്റെ താഴെ കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞു തരുന്നു കൂടെ എന്ന്. കണക്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ഇത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും വയർഡ് ആയിട്ട് തന്നെ, അതായത് സൗണ്ട് ബാറും സബ് വൂഫറും വയർഡ് ആയിട്ട് കണക്ട് ചെയ്യണം. സബ് വൂഫറിൽ നിന്നുള്ള ഒരു കണക്ഷൻ നമുക്ക് ഡയറക്റ്റ് സൗണ്ട് ബാറിലേക്ക് സബ് ഔട്ട് എന്നുള്ളതിൽ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതി. ഇത് രണ്ടും കൂടെ ഇന്റർ കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് DC കറണ്ട് ഇതിലേക്കാണ് കൊടുക്കേണ്ടത്, സൗണ്ട് ബാറിലേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ടിവിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ എങ്ങനെ വേണമെങ്കിലും ഇത് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇങ്ങനൊരു സൗണ്ട് ബാർ സിസ്റ്റം നോക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ സൗണ്ട് ബാറിന്റെ ഹയർ വേരിയന്റിന്റെ വീഡിയോയുടെ ലിങ്ക് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.